മോൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ എന്റെ ഹാർട്ട് ബീറ്റ് ചേച്ചിക്ക് അറിയണമെങ്കിൽ എന്റെ ഹാർട്ടിന്റെ ഈ ഒരു ഭാഗത്ത് കൈ വെച്ചാൽ ആ ബീറ്റ് അറിയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു വഴിയും ഇല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് കൈ എങ്ങനെ വെക്കണം, ഇങ്ങനെ ഈ കൈയോ ആ കൈയോ അതിങ്ങനെ വെച്ചു, ഒരു കൈ വെച്ചു. ഞാൻ ഈ പെൻസില് ഈ ഫിംഗറിന്റെ ടിപ്പിന്റെ ഇവിടെ വെച്ചു. ഇത് വെച്ചതിന്റെ ആ ഒരു ഫീല് മാത്രല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്റെ ഹാർട്ട് ബീറ്റ് മെല്ലെ കയ്യിന്ന് ഇപ്പൊ പെൻസിലിന്ന് ഇപ്പൊ ഫിംഗറിലേക്ക് എന്റെ ആ ഹാർട്ട് ബീറ്റ് ഇപ്പൊ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ അത് സ്റ്റോപ്പായി. വീണ്ടും ഹാർട്ട് ബീറ്റ് കയ്യിന്ന് പെൻസിൽ. ഹാർട്ട് കുഞ്ഞാണോ ആയോണ്ടാണോന്ന് അറിയില്ലേ, ഒരു കുഞ്ഞ് ടക്ക് കിട്ടുന്നുണ്ട്. അത് സ്റ്റോപ്പായി. വീണ്ടും ഹാർട്ടിന്ന് കയ്യിന്ന് കിട്ടുന്നുണ്ടോ? എങ്ങനെയാന്നറിയോ, ഒരു ചെറിയൊരു പൊട്ട് പോലെ. അത് കൊച്ചുകുട്ടിയായതുകൊണ്ടാ. മോനെ എക്സലന്റ്. എനിക്ക് പെൻസിൽ തരൂ. ഓ തീർച്ചയായും. എന്റെ ഹാർട്ട് ബീറ്റ് കുറച്ച് പെൺകുട്ടികളെ അറിയിക്കാനുണ്ട് ചേട്ടാ. അത് കയ്യിൽ വെച്ചാ ഇത് പെൺകുട്ടികൾ കൈ വെക്കും. നിങ്ങൾ അവിടെ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് മാജിക് ആയിരുന്നോ മെന്റലിസം ആയിരുന്നോ? ഇത് മാജിക് ആയിരുന്നു. മെന്റലിസം എടീനടുത്ത് ഏത് മെന്റലാക്കിയത്? കഴിഞ്ഞോ? ഇനിയുണ്ടോ മാജിക്? അല്ല, ഇനി ഞാൻ കുറച്ചും കൂടി ആക്ടിവിറ്റീസ് ചെയ്യും. ഓ, ഇനി അവന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ശരി, പുലി നിക്ക്, എലി വീണ്ടും പോയിട്ട് വരാം. ഈ പെൻസില് ഞാൻ ഗിഫ്റ്റ് ആയി തരും. നിന്റെ ഹാർട്ട് ബീറ്റ്. ഓ എന്റെ ദൈവമേ, നിന്റെ ഹാർട്ടിന്റെ കയ്യിലുണ്ട്. താങ്ക്സ് ഡാ കുട്ട. അടുത്ത ഞാൻ ഡൈസ് ടേക്കിംഗ് ചെയ്യാമോ? ഡൈസിന് ഒരു ടേബിളിൽ ഒരു പലക വെച്ചിട്ട് അതില് 4 ഡൈസ് ഞാൻ വെച്ച് ഒരു കപ്പും കൊണ്ട് അതിനെ എടുത്ത് അതിനെ സ്റ്റാക്ക് ചെയ്ത് നിർത്തും. ഓ, അതായത് ഒന്നിന് മേളിൽ ഒന്നായിട്ട് നിർത്തുന്നു. എന്റെ അമ്മേ, ഇത് നോർമൽ ഡൈസ് ആണ്. ചെക്ക് ചെയ്യണം. എനിക്ക് അങ്ങനത്തെ പരിപാടി ഇല്ല. പിന്നെ ഞാൻ വെറുതെ വന്നൊന്ന് നോക്കിയേക്കാം. ഡൈസ് ആണ്, നോർമൽ ഡൈസ്. മാഗ്നറ്റ് ഒന്നുമില്ലതാ. ഞാനാണോ ഡൈസ് ആണോ? വെരി നൈസ്. ഇത് നോർമൽ കപ്പാണ്. ഞാൻ ഇതിനെ സ്റ്റാക്ക് ചെയ്ത് നിർത്താൻ പോവാണ്. ഓക്കെ. ഒന്നും ചെയ്യാൻ പറ്റുമായിരിക്കോ? കാരണം എന്തറിയോ, നീ ചെയ്യുന്നതെല്ലാം ഭയങ്കര ഫാസ്റ്റാ. ഞങ്ങൾ പ്രായമുള്ളവരുടെ കണ്ണെത്തുന്നില്ല. എലീന പ്രായമുള്ളതായതുകൊണ്ട്. ഓക്കെ, സോ നോക്കിക്കോ, ഡൈസ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതേ ഡൈസിനെ അങ്ങനെ എടുത്ത് ഈ കുപ്പിന്റെ ഈ ഒരു ടോപ്പിൽ നിർത്താൻ ശ്രമിക്കും. അതായത് ഈ ഗ്ലാസ് വെച്ചത് മറിച്ച് അതിനെ അങ്ങനെ എടുത്ത് ഇവിടെ നിർത്തും. അതെ, എത്ര സെക്കൻഡ് ആവുന്നത് ഇതിൽ തന്നെ ഹോൾഡ് ചെയ്തിട്ടാണ് അതിന്റെ മേളിൽ വെക്കുന്നേ. ഇങ്ങനത്തെ വേറെ ഐറ്റം. ഇനി നെക്സ്റ്റ്. ഇനി ഇങ്ങനത്തെ ഒന്നുമില്ല. ഇനി ഞാന് കുറച്ച് യോഗാസനങ്ങൾ. ഓക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോണത് ചക്രാസനാണ്. ഇതിനാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി. യോഗ ചെയ്യുമ്പോ കൈയടിക്കാൻ പാടില്ല, പക്ഷെ എന്നിരുന്നാലും മോനെ അതിന്റെ പെർഫോമൻസിലാണ് കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാതെയും പ്രാക്ടീസ് ചെയ്യാതെയും ആണ് ഇത് ചെയ്യുന്നെങ്കിൽ ബ്ലാക്ക് ഔട്ട് ആയി കൊളുത്തി പിടിക്കും. എനിക്ക് മോനെ, നീ ബ്രഹ്മയുഗത്തിൽ നീയാണോ അഭിനയിച്ചത്? കയ്യില് നടക്കോ? ഇവിടെ കാലുകൊണ്ടിന്റെ വരെയൊക്കെ നടക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കൊണ്ടുവന്ന റബ്ബർ ബാൻഡ് വല്ലതും ആണോ? എല്ലാം എന്റെ റേഞ്ചിലാണ്. ഞാൻ കൊണ്ടുവന്ന കുട്ടിയാണ്. ഞാൻ പുലിക്കുട്ടിയാണ്. മറ്റേ ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ വരണം, ആ ലെവലിൽ വരണം. പ്ലീസ് തിരിഞ്ഞ്
അങ്ങനെയല്ലായിരുന്നു. എന്തും 8 മണി കഴിഞ്ഞ ഇങ്ങനെയാണ്. ലവ് യു. കൊള്ളാം. കലക്കിയടാ. എന്റെ അഭിമാനം നീ കാത്ത്. കാട്ടുപുളി. കാട്ടുപുലി. കാട്ടുപൊളി. കാട്ടുപൊളി. ആ സൂപ്പറായിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, നമ്മള് കൊറേ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം ഇവൻ ആകെ ഇച്ചിരിയേ ഉള്ളൂ, അവൻ ജനിച്ചു വിട്ട് തന്നെ ഇച്ചിരി ആയിട്ടുള്ളൂ. അതിനുള്ളിൽ ഇത്രയും സ്കിൽസ് പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സിദ്ധി കുട്ടിയാണ്. അത് തീർച്ചയായിട്ടും താങ്ക് യു. മോനെ ഇതെല്ലാം കൊടുത്തുന്ന അമ്മയല്ലേ? അതെ, ഒരാളെ കൂടെ പരിചയപ്പെടും. ഇങ്ങനെ കാണിച്ചാലേ വരുള്ളൂ. ഇങ്ങനെ അതാണ് ആ കോഡ്. അമ്മ എങ്ങനെ കാണിക്കണം? അപ്പൊ അമ്മ അടുത്ത പ്രോപ്പർട്ടി ആയിട്ട്. സൂപ്പർ സൂപ്പർ. അമ്മയ്ക്കാണ് പ്രത്യേക അമ്മ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഇത്രയും നല്ല ഒരു ട്രെയിനിങ്ങും അവനെ അത്രയും പ്രോത്സാഹിപ്പിക്കുന്ന പേരൻസ്. കാരണം ഇത്രയും കുഞ്ഞു കുട്ടിയായിരിക്കുമ്പം പേരൻസിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും അവന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. അമ്മയുടെ പേരെങ്ങനെയാ? സരിത. സരിത. യോഗ ചെയ്താണോ ഇങ്ങനെ ബോഡി കീപ്പ് ചെയ്യുന്നേ? ഞാൻ യോഗ ചെയ്യാറില്ല. ചെയ്യാറില്ല. മോനാണ് എല്ലാം ചെയ്യുന്നത്. മോനാണ് ചെയ്യാറ്. ഇവനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ആദ്യമൊക്കെ വിലക്കിയിരുന്നോ? ഇങ്ങനൊന്നും ചെയ്തിരുന്നോ? ഞാൻ വിലക്കാറുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ എപ്പോഴും സപ്പോർട്ടാണ്. ചെയ്തോട്ടെ. അവൻ എന്ത് വേണം പറഞ്ഞാലും വേഗം വാങ്ങിക്കൊടുക്കുന്നത് അച്ഛനാണ്. എത്ര മക്കളാണ് നിങ്ങൾക്ക്? 2 ആള്. 2 പേര്. ഇതാണോ മൂത്താള്? അല്ലല്ല, മൂത്താള് +2 കഴിഞ്ഞു. അവൻ ഷൂട്ടറാണ്. ഓ ഇപ്പൊ പൈലറ്റ് ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നു. ഓ ശരി, വേറെ ലെവലാണ്.